വലിയ സിനിമകളിൽ കിട്ടുന്ന കംഫർട്ടൊന്നുമില്ല. പക്ഷേ ഒരു ക്യാമറാഡറി ഉണ്ട്, നമ്മളൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ്. കാരണം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തത് ഒരു കോവിഡ് കാലത്താണ്. കോവിഡിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അധികം ആൾക്കാർ നായകനാണ് എഫക്റ്റ് ചെയ്തത്. അതാണ് മെയിൻ ഒരു വലിയ പ്രശ്നം. കാരണം റെസ്റ്റ് പീരീഡോ ഒന്നുമില്ലാതെ ഷൂട്ടിങ്ങിലേക്ക് നായകൻ കിടക്കുകയാണ്. ആ ഒരു ഫ്ലോർ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അത് ഭയങ്കര അത്ര ഡെഡിക്കേറ്റഡ് അവർ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അത് ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു കഥയോട് എത്രമാത്രം നീതി പുലർത്തിക്കൊണ്ട് നായകനും നായികയും അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ പല ഏരിയയിലും പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഇതിനകത്തെ നായിക പറയുന്ന ഒരു ഡയലോഗ് ഓരോ പെൺകുട്ടിയും പറഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. നായിക പറയുന്ന ഡയലോഗ് വളരെ ആ സിനിമയിൽ ആ ഡയലോഗ് മാത്രം ഒരു പെൺകുട്ടി പഠിച്ച് പറഞ്ഞാൽ എന്നെ അറിയുന്ന, ഞാൻ അഭിനയിക്കുന്ന അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു കപ്പിയാരുടെ വേഷം ചെയ്യാൻ പറ്റും. ഞാൻ സന്തോഷത്തോടെ ചെയ്യാം, കാരണം ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു, അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സിനിമകളിലൊന്നും എനിക്ക് വേഷം ഇട്ട് നിൽക്കാൻ പറ്റില്ല. റിലീസിന് ഒരുങ്ങുന്ന കൂൺ എന്ന സിനിമയിൽ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാംസ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ സിനിമ ഇങ്ങനെ റിലീസിന് 27-ാം തീയതി തിയേറ്ററിൽ വരികയാണ് സിനിമ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരിക്കും ഇതെന്നുള്ള ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും. കാരണം സാധാരണ കണ്ട ഒരു പാറ്റേണിലുള്ള സിനിമയല്ല. പിന്നെ ഞങ്ങളുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉള്ള ചിലപ്പം നായകനും നായികയൊക്കെ പറയും. കാരണം വലിയ സിനിമകളിൽ കിട്ടുന്ന കംഫർട്ടൊന്നുമില്ല. പക്ഷേ ഒരു ക്യാമറാഡറി ഉണ്ട്, നമ്മളൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ്. കാരണം ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തത് ഒരു കോവിഡ് കാലത്താണ്. കോവിഡിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അധികം ആൾക്കാർ നായകനാണ് എഫക്റ്റ് ചെയ്തത്. അതാണ് മെയിൻ ഒരു വലിയ പ്രശ്നം. കാരണം റെസ്റ്റ് പീരീഡോ ഒന്നുമില്ലാതെ ഷൂട്ടിങ്ങിലേക്ക് നായകൻ കിടക്കുകയാണ്. അങ്ങനെ പക്ഷേ ഒരു ചെയിനാണല്ലോ കോവിഡ്, അടുത്താക്ക അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു. പക്ഷേ ആർക്കും വന്നില്ല, എല്ലാവരും നല്ല സീരിയസ് സഹകരിച്ച് പൂർത്തീകരിച്ചൊരു സിനിമയാണ്. അപ്പോൾ കോവിഡിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചൊരു സിനിമയാണിത്. കാരണം മറ്റ് കോവിഡിൻ്റെ കാലത്ത് വേറെയും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെ ഒന്നിച്ച് എല്ലാവരും നിന്ന് വളരെ ചെറിയ രീതിയിലെടുത്ത സിനിമകൾ കുറവായിരിക്കും. പക്ഷെ എന്നാലും ഇതൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഭയങ്കര പിന്നെ നായകനും നായികയും ഒക്കെ ഒരു കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ആ സിനിമേൻ്റെ പിന്നെ ഷൂട്ടിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ സിങ് സൗണ്ടാണ് സിനിമ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു സിംഗിൾ ഷോട്ട്, മെയിൻ ഷോട്ട് കിട്ടണം. അത് കിട്ടിയതിന് ശേഷം മാത്രമേ ബാക്കി ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ശബ്ദങ്ങൾ വരും. അപ്പോൾ അത് ആ ഒരു എത്ര ടേക്ക് പോയാലും യാതൊരു പ്രശ്നമില്ലാണ്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പിന്നെ ഫ്ലോർ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അത് ഭയങ്കര അത്ര ഡെഡിക്കേറ്റഡ് അവർ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അത് ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു കഥയോട് എത്രമാത്രം നീതി പുലർത്തിക്കൊണ്ട് നായകനും നായികയും അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു കൂൺ എന്ന സിനിമ കമ്മിറ്റ് ചെയ്തത്? അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശാന്ത് ഒരു പുതിയ ന്യൂ കമറാണ്, കുറച്ച് ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്തതാണ്. അപ്പം പ്രശാന്ത് ഇങ്ങനെ വേറൊരു പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ സോങ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കുറച്ച് വലിയ സബ്ജക്റ്റാണ്, പക്ഷേ ഫ്രണ്ട്ഷിപ്പിന് ബേസ് ചെയ്തിട്ട് നല്ലൊരു സബ്ജക്റ്റാണത്. അത് നല്ല കാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പം പക്ഷേ കോവിഡ് വന്നപ്പം പിന്നെ ഇങ്ങനെ ആലോചിച്ചു, കാരണം അത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കിടക്കുന്നത്. പക്ഷെ കഥ ഒരു ഭയങ്കര ഇന്ന് നടക്കുന്ന ഒരു കഥയാണത് ഇന്നത്തെ. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ കഥകളൊന്നും തന്നെ ചുറ്റുവട്ടം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതെ. അപ്പം സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സ് പറയും ചിലപ്പോൾ ആ കഥ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. അങ്ങനെയൊന്നുമല്ല, ഇത് ട്രൂ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതല്ല. പക്ഷെ ഇന്നിപ്പോൾ അത് ട്രൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും കാണാൻ. നല്ല സിനിമകളെ പ്രേക്ഷകർക്ക് എത്തണം എന്ന ആഗ്രഹം കൊണ്ടാണ് പ്രൊഡ്യൂസറായത്? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2008 ഞാൻ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിലിക്കൺ മീഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ചേരുകയാണ് ഉണ്ടായത്.
കുറേ അധികം സമൂഹ നന്മകളുള്ള സിനിമകളാണ് ആ കാലത്ത്. സൂഫി പറഞ്ഞ കഥ, ജാനകി, മേഘരൂപൻ, പപ്പീലിയോ ബുദ്ധ, ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് തന്നെ ഒരുപാട്, മിക്കവാറും IFFKയിലും സ്റ്റേറ്റ് അവാർഡിലൊക്കെ നമ്മുടെ പടങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓരോ പടത്തിനും അതിൻ്റെതായ ബഡ്ജറ്റും അതിൻ്റെതായ ചാലഞ്ചസും ഉണ്ടായിരുന്നു. അതൊക്കെ മീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും വലിയ പടം എന്ന് പറഞ്ഞത് ഇവൻ മേഘരൂപനാണ്. അതൊരു കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം ഷൂട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ വളരെ ചെറിയ രീതിയിൽ ഉടമ്പടി എന്ന് പറഞ്ഞ പടവും ചെയ്തിട്ടുണ്ട്. അത് ഒരു ചെറിയ ഒരു എന്താ പറയുക മേഴ്സി കില്ലിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടൊരു സിനിമയാണ്. അത് ഇതുവരെ തിയേറ്ററിൽ വന്നിട്ടില്ല, ഉടനെ വരുമായിരിക്കും. അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു പടം, അത് ഇതൊരാൾക്കൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും വേണം. അപ്പോൾ അങ്ങനെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം. കാരണം ഇല്ലേ നമ്മുടെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ടൊരു സിനിമ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രദറിനോട് ഈ കഥ ഞാൻ 1 ലൈൻ വന്നപ്പോഴും ഞാനിത് അയച്ചു കൊടുത്തു, ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ നല്ല കഥയാണ്, നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റാണല്ലോ, നമുക്ക് ചെയ്യാമെന്ന്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കമേഴ്ഷ്യൽ മൂവിയാണ്. ഇതൊരു കമേഴ്ഷ്യൽ മൂവി. ഏത് ലാംഗ്വേജിൽ ഏത് ഇന്ത്യയിലുള്ള വേൾഡിൽ ഏത് സ്ഥലത്തും ഈ ഇത് പിച്ച് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു എല്ലാവർക്കും കണക്ട് ചെയ്യുന്നൊരു സ്റ്റോറി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നു, അങ്ങനെ ഒരു പടം ചെയ്തു. ഇതിൻ്റെ പാട്ട് വളരെ വളരെ നല്ലൊരു പാട്ടാണ്. ഗൗരിലക്ഷ്മിയും യാസിൻ നിസാറുമാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് പ്രേക്ഷകരിൽ എത്തുമ്പോൾ തന്നെ ഈ ഒരു ഗാനം എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു 3 ഗാനം ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിൽ നമ്മളിപ്പോൾ പുതുമുഖങ്ങളുടെ സിനിമ ചിലപ്പം വലിയ ടെക്നിക്കൽ ആൾക്കാർ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യും. ഇതല്ല, എല്ലാം പുതുമുഖങ്ങളാണ്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർക്ക് ഉണ്ട് ഫിലിം എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസർ എന്നതിൽ ഫസ്റ്റ് സിനിമയാണ്, ഡയറക്ടർക്ക് ഫസ്റ്റാണ്, എല്ലാവർക്കും ഫസ്റ്റാണ്. ടെക്നീഷ്യൻസ് എല്ലാവരും ഒരു എന്താ പറയുക അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു. അപ്പോൾ ലൈക്ക് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം ഈ പുതുമുഖങ്ങളെ വെച്ച് വെക്കാൻ ഭയങ്കര റിസ്കി എലമെൻ്റ് ആണല്ലോ. അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് റിസ്കി എലമെൻ്റ് ആണ്. ആ റിസ്ക്കുകളാണ് എന്നെ ഇത്രയും ഡിലേ ആയിട്ട് ഒരു പ്രൊജക്റ്റ് തിയേറ്ററിൽ എത്തിക്കുന്നത്. കാരണം നമ്മൾ പല രീതിയിലും പല ആൾക്കാരെയും സമീപിക്കുകയും ആരും അതിന് നമുക്കൊരു എന്താ പറയുക സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ പുതുമുഖമാണെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ സിനിമ പുതുമുഖങ്ങൾ ഓരോരുത്തരും പുതുതായിട്ട് സിനിമയിൽ വരുമ്പോഴാണ് സിനിമയിൽ പുതിയ നായകനും നായികയ്ക്ക് എത്തുന്നത്. അങ്ങനെ റിസ്ക് ഒരാൾ എടുക്കുമ്പോഴാണ് പുതിയ നായികയും പുതിയ നായകനൊക്കെ സിനിമയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വന്നവരാണ് എല്ലാവരും. പക്ഷെ വന്നു കഴിഞ്ഞ് കുറച്ച് സിനിമ ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഡേറ്റ് പോലും കിട്ടില്ല. കാരണം അവർ പറയുന്ന തുക ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം. നമുക്കൊരു ഏത് സിനിമ എടുക്കുമ്പോഴും ഒരു ബഡ്ജറ്റ്, ആ ഒരു സിനിമക്കൊരു ബഡ്ജറ്റ് അതിനുള്ള ഒതുങ്ങുന്ന രീതിയിൽ സിനിമ എടുക്കും. അത് എത്ര വലിയ ബഡ്ജറ്റുള്ള പടമായാലും ആ ബഡ്ജറ്റ് അതിന് വേണോ വേണ്ടിയോ എന്നുള്ളത് പ്രൊഡ്യൂസർ ചിന്തിക്കും. ചിലപ്പം ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പോയി സിനിമ ചെയ്യാണ്. ബഡ്ജറ്റൊക്കെ പിന്നെയാണ് നോക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ കാശുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നത്ര മാക്സിമം കഥ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ബഡ്ജറ്റ് നോക്കി ആ പ്രൊജക്റ്റിന് ആ ബഡ്ജറ്റ് അഫോർഡബിൾ ആണ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരു കഴിയാണ് എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ സിനിമ തിയേറ്ററിൽ പോയി കാണുക. സിനിമ ഒരുപാട് പിന്നെ വലിയ ഭീകര സിനിമയൊന്നുമല്ല, പക്ഷെ സോഷ്യലി ഒരു ഇപ്പം കേൾക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് ഹേമ കമ്മിറ്റി സിനിമേനെ സംബന്ധിച്ച് അവർ ചെയ്യുന്നു. പക്ഷെ അതല്ലാതെ സമൂഹത്തിൽ മറ്റ് പല കമ്മിറ്റികളും വേണം. അത് പിന്നെ പല ഏരിയയിലും പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഇതിനകത്തെ നായിക പറയുന്ന ഒരു ഡയലോഗ് ഓരോ പെൺകുട്ടിയും പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. നായിക പറയുന്ന ഡയലോഗ് വളരെ ആ സിനിമയിൽ ആ ഡയലോഗ് മാത്രം ഒരു പെൺകുട്ടി പഠിച്ച് പറഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിനിമ കാണണം. ഇപ്പം നിങ്ങളാണെങ്കിലും സിനിമയിലോട്ട് ഇനിയും പുതിയ റോളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല അതിന് മുന്നേ എന്നെ മനസ്സിലാവില്ല. ഞാൻ താൻ കേസ് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ത് റോളായിട്ട്? അതില് മന്ത്രിന്റെ PA ആയിട്ടാണ്. 10-12 ദിവസം അഭിനയിച്ചാണ്. ഒരു ഡയലോഗ് കിട്ടി. അതന്നെ. അപ്പൊ അഭിനയദേവാണ്, പ്രൊഡ്യൂസറാണ്. ഞാന് ഞങ്ങളുടെ സിനിമയിലൊക്കെ
പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കാലത്ത് സിനിമ ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് വർക്ക് തുടങ്ങും. പ്രൊഡ്യൂസർക്ക് വേണ്ടി നമ്മളാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ പ്രൊഡ്യൂസറിനോട് ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാനാണ് കൊടുക്കുന്നത്. രാവിലെ 4 മണി 4:30 ആകുമ്പോഴേക്ക് വിളിക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങുന്നത് വണ്ടിയിലാണ്. ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടുന്നത് വണ്ടിയിൽ മാത്രമാണ്. രാത്രി 12 മണി വരെ പോകും. ഉറങ്ങുന്നത് 2-3 മണിക്കൂറാണ്. ഇങ്ങനെയാണ് നമ്മൾ സിനിമകൾ ചെയ്തത്. കാരണം ഒരുപാട് സപ്പോർട്ടിങ് അസിസ്റ്റൻസ് ഒന്നുമുള്ള വലിയ സിനിമകളല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെറിയ സിനിമകളാകുമ്പോൾ നമുക്ക് ഒരുപാട് അസിസ്റ്റൻസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫുൾ ടൈം വൈബ്രൻ്റ് ആയിട്ട് നിന്നിട്ടാണ് പല സിനിമകളും നമ്മൾ ചെയ്തത്. പക്ഷെ അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഇപ്പം ഊണും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ, കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരെ യൂണിറ്റിൽ വെക്കാൻ പറ്റില്ല. ചെറിയ യൂണിറ്റാണ് നമ്മൾ അഫോർഡ് ചെയ്തത്. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാ പണിയും എടുത്തിട്ടാണ് ചെയ്തത്. ഈവൻ ഭക്ഷണത്തിൻ്റെ ഞാൻ തന്നെ ചിലപ്പോൾ ഭക്ഷണം സെർവ് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഭക്ഷണം, ചായ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാം ചെയ്യും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇവരിപ്പോൾ ഒന്നും സമ്മതിക്കണം, കാരണം എല്ലാവരും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ്. കാരണം സിനിമ കണ്ടാൽ മനസ്സിലാവും, കാരണം എത്രമാത്രം എഫേർട്ടാണ് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും. നമ്മൾ ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു സ്ഥലത്ത് പോലും നമ്മൾക്കൊരു ചെറിയൊരു ഹ്യൂമിഡിറ്റിയും സാധനവും ഒക്കെ ഫീൽ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ അഭിനയിച്ചിട്ട് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തുന്നത്. അത്രമാത്രം കഷ്ടപ്പാടാണ്. കാരണം സിങ് സൗണ്ടാണ്, സൗണ്ടിൻ്റെ സൗണ്ടൊന്നും അത്ര പെർഫെക്റ്റ് ഷോട്ട് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ എല്ലാ ടെക്നീഷ്യൻസും, കാരണം ഫാനൊന്നും ഓണാക്കാൻ പറ്റില്ല, കൂളർ ഓണാക്കാൻ പറ്റില്ല. പിന്നെ ആകെ കിട്ടുന്ന ചെറിയ ബ്രേക്കിനുള്ളിൽ പോയി കൂളർ ഓണാക്കിയിട്ടാണ് എല്ലാവരും ഒന്ന് ആ അന്തരീക്ഷം തണുപ്പിക്കുന്നത്. അതെ. ഫുഡ് അതേപോലെ എനിക്കറിയില്ല, ഇപ്പം പലതരം വലിയ പടങ്ങളിലൊക്കെ ഫുഡിൽ ഇത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു, അറിയില്ല. ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ സിനിമ ചെയ്തിട്ട് ഞങ്ങളിൽ ഇങ്ങനെ ഫുഡിൻ്റെ എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡ് തന്നെയാണ് കിട്ടാറ്. ചിലപ്പം ഈ പറയുന്ന വലിയ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചിലപ്പോൾ 500-ന് മേലെ 1000 ആൾക്കാരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന വലിയ സിനിമകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ വേറെ വഴികളൊന്നും ഉണ്ടാവില്ല. അപ്പം അപ്പോഴും ഭക്ഷണം കൊടുക്കാതെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എന്തുകൊണ്ടാണ്, ചിലപ്പോൾ സിനിമ പഠിക്കാത്തത് കൊണ്ടാണോ അങ്ങനത്തെ റിപ്പോർട്ട് വന്നതും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പഴശ്ശിരാജ പോലുള്ളൊരു സിനിമ നടക്കുകയാണെങ്കിൽ പഴശ്ശിരാജ അറിയാം, ഓരോ സീനിലും ചില ദിവസങ്ങളിൽ 1000 ആൾക്കാരൊക്കെ നിൽക്കുന്ന സീനുകളുണ്ടാവും. 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് സെറ്റ് റെഡി ആകുമ്പോഴേക്ക് 12 മണിയാവും. 12 മണിയായിട്ട് ഷൂട്ടിങ് നടക്കുന്ന നല്ല വെയിലുള്ള സ്ഥലത്താണ്. കാലിൽ ചെരുപ്പിടാൻ പറ്റില്ല, കാരണം പഴയ കാലഘട്ടമാണ്. ആൾക്കാരെ കാല് പൊള്ളും. അവിടെ നിന്നിട്ട് ഒരു ഷൂട്ട് ചെയ്യും. അങ്ങനത്തെ സാഹചര്യത്തിന് ഇതൊക്കെ പീഡനമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതി. കാരണം ഇങ്ങനത്തെ നോംസും സാധനങ്ങളും കാരവാനും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സിനിമ ചെറിയ ആൾക്കും ചെറിയ ബഡ്ജറ്റിലും ഒക്കെ സിനിമ ചെയ്യണം. പക്ഷെ തീർച്ചയായിട്ടും ആദ്യം പറയണം ആർട്ടിസ്റ്റുകളോടും ടെക്നീഷ്യൻസോടും, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രേ നമുക്ക് തരാൻ പറ്റുള്ളൂ, അതിൽ നിൽക്കാൻ പറ്റും, നിൽക്കുക ചെയ്യുക. ആ രീതിയിൽ സിനിമകൾ ചെയ്യാൻ. വലിയ സിനിമകൾക്കും ബഡ്ജറ്റ് എന്ന് പറഞ്ഞതും അവർക്കും ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ 1000 ആൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് കൺട്രോൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഒരു മെസ്സ് നടത്തുന്നത് ഒരു പ്രത്യേക പാക്കേജിലായിരിക്കും. ഇത്രയൊക്കെയുള്ള ഭക്ഷണത്തിൻ്റെ പാക്കേജ്. അതിന് മേലെ ആൾക്കാർ വരുമ്പോൾ 1000 ആൾക്കാർ ബിരിയാണി ഉണ്ടാവും. ഉച്ചക്ക് പാക്കറ്റ് ബിരിയാണി ആയിരിക്കും കൊടുക്കുക. ഇതാണ് ചിലപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് അവർ ഈ എന്താ പറയുക 2 തരം ഭക്ഷണം എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം പൊതുവേ ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണം, വെള്ളം, കാരണം ഇന്ന് എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭക്ഷണവും വെള്ളവും ജ്യൂസായാലും എന്തായാലും. ഞാനിപ്പം അഭിനയിച്ച വലിയൊരു നടനമൊന്നുമല്ല, ചെറിയ വേഷങ്ങൾ. പക്ഷെ ഞാനിപ്പം ആദ്യം അഭിനയിച്ചത് ചെറിയൊരു അക്ഷർ സൗദാൻ നായകനായിട്ടുള്ള 3-ാം പ്രളയം എന്നുള്ള പടത്തിൽ എന്നെ അറിയുന്ന, ഞാൻ അഭിനയിക്കുന്ന അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു കപ്പിയാരുടെ വേഷം കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ സന്തോഷത്തോടെ ചെയ്യാം, കാരണം ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സിനിമകളിലൊന്നും എനിക്ക് വേഷം ഇട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇപ്പോൾ സിനിമ കാപ്പിരിത്തുരുത്ത് എന്ന് പറഞ്ഞ സിനിമ, ഇത് സഹീർ അലി ഇങ്ങനെ എന്നെ എപ്പോഴും നോക്കും, ഒരു വേഷം ചെയ്യണ്ടേ, ഒരു വേഷം ചെയ്യണ്ടേ, അത് മേക്കപ്പ് ചെയ്ത് വേഷം ചെയ്ത് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ചെയ്യാം, ഇന്ന് കട്ടാവൂല, സീൻ കട്ടായി പോകില്ല എന്നുള്ളത്. എന്താ ഒരു ചെറിയ ചിഞ്ചിനം കിട്ടുന്ന സീനാണ്, പാട്ടിലാണ്.
ഒരിക്കലും കട്ടാവില്ല, കുറേ ആൾ കാണും. അങ്ങനെ ഞാൻ ആ ഒരു തവണ മാത്രമേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ, അത് നേരത്തെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ ഇപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ആ പ്രൊഡക്ഷനിൽ ഒരു സീൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതാണ് ആ സാഹചര്യം, അങ്ങനെയാണ്. പക്ഷേ ഈ മൂന്നാം പ്രളയത്തിൽ അങ്ങനെ ഒരു വേഷം കിട്ടി. പിന്നെ എന്നാത്താൻ കേസ് കൂടുതൽ ഞാൻ ഓഡീഷനിൽ പോയി ഒരു വേഷം കിട്ടി. പക്ഷെ എന്നെ കൂണിലെ വേഷമായിട്ട് ഏകദേശം സെയിം ആയിരിക്കും, താടി വലിയൊരു താടിയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു വേഷമാണ്. പക്ഷെ നന്നായിട്ടുണ്ട്, എല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞ് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു, നന്നായിട്ട് അഭിനയിച്ചു. നന്നായി അഭിനയിക്കുന്ന വെച്ചാൽ ബിഹേവിയർ മാത്രമാണ്. പക്ഷെ നല്ലൊരു വർക്കായിരുന്നു. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. പക്ഷെ അവിടെയും ഒരുപാട് ആർട്ടിസ്റ്റ് ഒരു ദിവസമുണ്ട്. ആർക്കും എന്ത് ജ്യൂസ് അടിച്ചാലും എല്ലാവർക്കും കൊടുത്തിട്ടേ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ആ പ്രൊഡ്യൂസർ കാണിച്ചിട്ടില്ല. അല്ല, അപ്പൊ പല സ്ഥലങ്ങളിലും ഒരു നല്ല സൈഡും ഉണ്ട്, ഒരു ചീത്ത സൈഡും. ഫുഡിലൊന്നും കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാറ് അഭിനയിച്ചു, പ്രൊഡ്യൂസറായി, അതേപോലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ഇനിയും ഓരോരോ സിനിമയിൽ തന്നെ ഓരോരോ ആ ഒരു മേഖലയിൽ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ സിനിമയാണെങ്കിലും വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.